ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. വിശ്വസ്തനായ ഒരാളെ നമുക്ക് വേണമല്ലോ, നമ്മളിനി എന്താ ചെയ്യുക എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ധനുഷിൻ്റെ കാര്യം പറയുകയാണ്. അതേസമയം തന്നെയാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ധനുഷ് അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. തുടർന്ന് ധനുഷ് കാര്യങ്ങളൊന്നും നേരിട്ട് ഇടപെടേണ്ടെന്നും പക്ഷേ ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരാളെ വേണമെന്നും ഒക്കെ തന്നെ അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, നിങ്ങൾ എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ പഴയ ധനുഷല്ല. എനിക്കെന്താണെങ്കിലും നിങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് കാണാൻ വരാനായി പറയുകയാണ് ധനുഷ്. എന്താ ധനുഷിൻ്റെ പ്ലാൻ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, ചില പ്ലാനുകളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ചാലേ കുറച്ച് നാളത്തേക്ക് എന്താണെങ്കിലും അനൂപേട്ടനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാനാകും. നാളെ രാവിലെ ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? കിട്ടും, അതിൽ സംശയമൊന്നും വേണ്ട. നാളെ രാവിലെ ജഡ്ജിൻ്റെ വീട്ടിലേക്ക് ഹാജരാക്കിയതിനു ശേഷം അവിടെ നിന്ന് ജാമ്യം എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ധനുഷിൻ്റെ കൂടെ ഞാനും വരാമെന്ന് സച്ചി പറയുമ്പോൾ വേണ്ടെന്നും അർച്ചനയിടത്തേക്ക് ഈ സമയത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സച്ചിയേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും ധനുഷ് പറയുന്നു. എന്താണെങ്കിലും ചെങ്കൽ മധുവിന് എന്നെ കടന്ന് അനൂപേടിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ സാധിക്കില്ലെന്ന് ധനുഷ് ഉറപ്പിച്ചു പറയുകയാണ്. ധനുഷിൻ്റെ ഉറപ്പിൽ സന്തോഷത്തോടെ നിൽക്കുന്ന സച്ചിയും അർച്ചനയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. വരേണ്ട സമയമായിട്ടും ആവണിയെ കാണാത്ത ടെൻഷനിൽ നിൽക്കുകയാണ് മീര. തുടർന്ന് കമല സ്കൂൾ ബസ്സിലേക്ക് വിളിച്ച് തിരക്കുമ്പോൾ ഇന്ന് ആവണി സ്കൂൾ ബസ്സിൽ വന്നിട്ടില്ലെന്നും നിങ്ങളല്ലേ വന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് പോയതെന്നും സ്കൂളിൽ നിന്നും പറയുകയാണ്. ഞങ്ങളാരും വിളിക്കാനൊന്നും വന്നിട്ടില്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാണല്ലോ ആൾ വന്ന് വിളിച്ചുകൊണ്ട് പോയതെന്ന് സ്കൂളിലെ ടീച്ചർ പറയുകയാണ്. ഇത് കേൾക്കുന്ന കമല ടെൻഷനോടെ കോൾ കട്ട് ചെയ്യുന്നു. മോള് പിന്നെ എവിടെ പോയമ്മേ? ആ ഫോണിങ് തന്നേന്ന് പറഞ്ഞുകൊണ്ട് മീര സ്കൂളിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? ആരെങ്കിലും വന്നെന്ന് പറഞ്ഞ് കുട്ടിയെ ഉടൻ തന്നെ അങ്ങ് അയച്ചേക്കുവാണോ? എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലെന്ന് മീര ദേഷ്യത്തോട് പറയുന്നു. മോളെ, എനിക്കൊന്നും അറിയില്ല. നീ എന്താണെങ്കിലും ആ പ്രിൻസിപ്പളിനെ ഒന്ന് വിളിച്ചു നോക്കാൻ കമല പറയുമ്പോൾ മീര സ്കൂളിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് സംസാരിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം മീര പറയുകയാണ്, അമ്മേ, ടീച്ചർ പോലും അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. എനിക്കറിയില്ല ആവണി മോളെ ആരാ കൊണ്ടുപോയതെന്ന്. തുടർന്ന് മീര പൊട്ടിക്കരയുമ്പോൾ കമല അർച്ചനയെ വിളിക്കാനായി ഫോൺ എടുക്കുകയാണ്. മോളെ, നമ്മുടെ ആവണി മോളെ കാണാനില്ലെന്ന് കമല പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് ഉടൻ തന്നെ വരാമെന്ന് അർച്ചന പറയുന്നു. സച്ചേട്ടാ, നമുക്കിപ്പോൾ തന്നെ അന്വേഷിക്കണമെന്ന് അർച്ചന പറയുമ്പോൾ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്നും താൻ കൂടെ വരണ്ടെന്നും സച്ചി പറയുന്നു. ഇല്ല സച്ചേട്ടാ, എനിക്കിവിടെ ഇരുന്നാൽ സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ് അർച്ചനയും അവരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സർ, ഇത് മധുവിൻ്റെ ആളുകൾ തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അർച്ചന പറയുന്നു. അതേസമയം സിഐക്ക് ഒരു കോൾ വരികയാണ്. അർച്ചനയുടെ സംശയം ശരി തന്നെയാണ്. മധുവിൻ്റെ ആളുകൾ സ്കൂൾ വിടുന്ന സമയത്ത് അവിടേക്ക് ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നെന്നാ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമുക്ക് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്താം, വീടെടുത്തി സമാധാനമായിട്ടിരിക്കാൻ അർച്ചന പറയുമ്പോൾ എൻ്റെ ജീവൻ വെച്ചിട്ടാ നീയൊക്കെ കളിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ കാരണം മാത്രമാ ഇത് ഇത്രയും സംഭവിച്ചതെന്നും മീര ദേഷ്യത്തോട് പറയുന്നു. അതേസമയം അർച്ചനയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോട് ഇരിക്കില്ലെന്ന് പറയുമ്പോൾ അർച്ചന പെട്ടെന്ന് തന്നെ തല ചുറ്റി വീഴാൻ പോവുകയാണ്. ഇത് കാണുന്ന സച്ചി പെട്ടെന്ന് തന്നെ അർച്ചനയെ അവിടെ ചെയറിൽ പിടിച്ചിരുത്തുന്നു. എന്താടോ, എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ ഉണ്ടെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി ഭയത്തോടെ അർച്ചനയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നിങ്ങൾ ടെൻഷൻ ആകണ്ട, എന്താണെങ്കിലും മോളെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താമെന്ന് CI അവർക്ക് ഉറപ്പ് നൽകുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.